നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ Zee5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്രയെന്ന് വെച്ചാ ഒരാളോട് ഇങ്ങനെ താണുകയാണ് അപേക്ഷിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും നിങ്ങളുടെ അമ്മ കേൾക്കണ്ടേ മക്കളെ? ശ്യാമേ, നീ എന്തിനാ മോളെ വെറുതെ വിഷമിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഓ, ഒരു മോള് ഇവളെ എല്ലാരും കൂടി എടുത്ത് തലേ കയറ്റുന്നത് കാണുമ്പോഴാ എനിക്ക് ഇറിറ്റേഷൻ ആവുന്നത്. നീ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം നിനക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വസുന്ധരയാണ് അഖിയുടെ കല്യാണശേഷം കണ്ടു തുടങ്ങിയത്. എത്ര നല്ല സ്വഭാവമായിരുന്നു. എന്തിനും ഏതിനും ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. എന്റെ ധർമ്മസങ്കടങ്ങൾ ഞാൻ ആരോട് പറയും? ഓരോ ദിവസം ചെല്ലുന്തോറും ഞാനും വസുന്ധരയും തമ്മിൽ അന്യോന്യം അകന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആനന്ദൻ പറഞ്ഞതാ അതിൻ്റെതായൊരു എങ്ങനെ മരിക്കാതിരിക്കും? മകളായിട്ട് ഒരുത്തിയെ ഇവിടെ കൊണ്ടുവന്നങ്ങ് വാഴിച്ചില്ലേ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എനിക്കെന്തായാലും പോയേ പറ്റൂ. നിങ്ങളുടെ അമ്മയെ ഞാൻ തട്ടിക്കൊണ്ടു പോവുകയോ കൂട്ടിക്കൊണ്ടു പോവുകയോ ഒന്നുമല്ല. അവൾ എന്റെ മോളാ. അവൾ എന്റെ കൂടെ വരണമെന്ന് വാശി പിടിച്ചാ എനിക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. കാരണം അത് അവളുടെയും കൂടെ വീടാ, മേടയിൽ കോവിലകം. പിന്നെ നിങ്ങൾ വിഷമിക്കുന്നതിൽ മുത്തശ്ശിക്ക് സങ്കടമുണ്ട്. അല്ല, മുത്തശ്ശിക്കൊന്ന് പറഞ്ഞൂടെ മുത്തശ്ശി? കേൾക്കില്ല മോളെ. അടയ്ക്കാണെങ്കിൽ എടുത്ത് മടിയിൽ വെക്കാം. ഇതൊക്കെ അടയ്ക്കാൻ മരമായി വളർന്നു പോയില്ലേ? വർഷം ഇത്രയും കഴിഞ്ഞു ഞാൻ വസുന്ധരയെ വിവാഹം കഴിച്ചിട്ട്. ഇന്ന് വരെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ പരസ്പരം മുറിവേൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ദാമ്പത്യ ജീവിതം കണ്ട് ഈ നിൽക്കുന്ന അമ്മ വരെ ഉമാമഹേശ്വരന്മാർ എന്ന് നമ്മളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മരണം വരെ ഒരു കാര്യത്തിലും പിണങ്ങാതെ ഇണങ്ങി തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം. ഒത്തിരി ഇഷ്ടം കൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുക, വസു പോക. നാടകരചനയും സംവിധാനവും മേടയിൽ കോലോത്ത് രുക്മിണിയമ്മ, അരങ്ങില് അഖിൽ. അത് ശരി. ഈ കഴിഞ്ഞത് മുത്തശ്ശി അഖിൽ സാറും തമ്മിലുള്ള പ്ലാൻ ആയിരുന്നല്ലേ? അതെ, പ്ലാൻ അല്ല, പ്ലേ. മുത്തശ്ശിയുടെ ഐഡിയയില്. പക്ഷേ നീ അത് തന്മയത്തമായി അഭിനയിച്ചു. ഒട്ടും ഓവറായില്ല. താങ്ക് യു. ആക്ടിങ് പൊളിഞ്ഞാലേ സംഗതി പാളുവായിരുന്നു. കണ്ടില്ലേ, ഇത്രയുള്ളൂ എന്റെ മകൾ വസുന്ധര. മനസ്സിലൊന്നുമില്ല. ചില അന്ധമായ ധാരണകള് അവളുടെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. അതാ പല കാര്യങ്ങളിലും ഈ കടുംപിടുത്തം. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. എല്ലാം പതുക്കെ പതുക്കെ ശരിയായിക്കോളും. ഒറ്റയടിക്ക് വസുന്ധരയെ മാറ്റിയെടുക്കാന്ന് വിചാരിച്ചാ അത് നടക്കില്ല. എല്ലാ അമ്മമാർക്കും ഉള്ള പ്രശ്നമല്ല വസുന്ധരയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കില് അമൃതയോടും ഐശ്വര്യോടും ഒക്കെ അത് കാണിക്കണ്ടേ? ഇതങ്ങനെയൊന്നുമല്ല. അഖിയോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം. ഇവൻ അമ്മയുടെ മാത്രം സ്വകാര്യ സ്വത്താണെന്ന ഒരു ധാരണ. അതൊക്കെയാ ശ്യാമയോടുള്ള ഈ എതിർപ്പിന് കാരണം.
വസുന്ധരയ്ക്ക് കൊടുക്കാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ, സ്നേഹം. ആ മരുന്നുകൊണ്ട് മാറുന്ന പ്രശ്നങ്ങളെ തൽക്കാലം ഇവിടെയുള്ളൂ. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് വസുന്ധരയുടെ പ്രിയപ്പെട്ടവളാകണം നീ. ശരി മുത്തശ്ശി. ദേ, ഞാൻ വൈകാതെ തന്നെ പോവും. അതെന്താ? മക്കളെ, ദൈവം കൂട്ടിച്ചേർത്ത കുരുന്നു മക്കളാ നിങ്ങള്. പരസ്പരം പിണങ്ങരുത്. ചെറിയ പിണക്കം വന്നാലും അതൊരു 5 മിനിറ്റിനപ്പുറത്തേക്ക് നീളരുത്. ഇല്ല മുത്തശ്ശി. ശരി മുത്തശ്ശി. എന്റെ മക്കൾക്ക് കാവലും കരുതലുമായി കൃഷ്ണനുണ്ട്. മുത്തശ്ശിയും കൊച്ചുമോനും തമ്മിലുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയാമോ? എന്റെ ജീവൻ എടുത്തുപോയി. ജീവൻ എടുത്തു പോയെന്നോ? ജീവൻ എടുത്തു പോയ ആളാണോ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്? എന്റെ ഉള്ളു കിടന്ന് പടപടാന്ന് അടിക്കായിരുന്നു. പടപടാന്ന് അടിക്കാൻ? ഒടിഞ്ഞ വാഴക്കൈയാണോ ഉള്ളു? സാറിന് പോ, കളിയാക്കാതെ. നോക്ക്, ദേഷ്യം വരുമ്പോ ശ്യാമയെ കാണാൻ എന്തു ഭംഗിയാ. ഇപ്പോഴാ സുന്ദരി. ഞാനൊരു ചിത്രകാരനായിരുന്നെങ്കിൽ ഇപ്പൊ ശ്യാമയുടെ ചിത്രം വരച്ചനെ. എന്നിട്ട് ആ ചിത്രത്തിന്റെ താഴെ ഇങ്ങനെ കൂടി എഴുതി വെക്കും, കലി കയറിയ സുന്ദരി. ഡൗൺലോഡ് ചെയ്യൂ Zee 5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.